തലപ്പിള്ളി താലൂക്കിൽ റേഷൻ വിതരണം നിലച്ചു. റേഷൻ കടകളിലേക്കും NFSA ഗോഡൌണിലേക്കുമുള്ള ധാന്യ വിതരണം മുടങ്ങി. നിലവിൽ ജനുവരി മാസത്തിൽ വിതരണത്തിന് ഏതാനും ദിവസത്തെ സ്റ്റോക്ക് മാത്രമാണ് കടകളിലുള്ളത്. സമരം നീണ്ടാൽ റേഷൻ വിതരണം സ്തംഭിക്കും. കരാറുകാരന് 75 ലക്ഷം രൂപ കുടിശ്ശികയുണ്ട്. 10% തുക ഓരോ മാസവും പിടിച്ചുവെക്കാറുണ്ട്. ഇത് പിന്നീട് നൽകുകയാണ് പതിവ്. ഒരു കൊല്ലമായിട്ട് നൽകുന്നില്ല. തലപ്പിള്ളിയിൽ പ്രതിമാസം 25 ലക്ഷം രൂപയാണ് വാതിൽപ്പടി വിതരണത്തിന് നൽകുന്നത്. 3 മാസത്തോളമായി ഈ തുക കുടിശ്ശികയാണ്. എല്ലാ മാസവും 5 മുതൽ 9 വരെ തീയതികളിലാണ് വാതിൽപ്പടി വിതരണം നടക്കുന്നത്. 129 റേഷൻ കടകളാണ് തലപ്പിള്ളി താലൂക്കിലുള്ളത്. ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഈ മാസം 5-നാണ് അവസാനിച്ചത്. ബാക്കി വന്ന റേഷൻ സാമഗ്രികൾ ജനുവരി മാസത്തെ വിതരണത്തിനായി നീക്കിവെച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി വിതരണം ചെയ്യുന്നതിന് പര്യാപ്തമല്ല. കഴിഞ്ഞ മാസം അനിശ്ചിതകാല സമരത്തിന് കരാറുകാർ തീരുമാനിച്ചെങ്കിലും സപ്ലൈകോ CMDയുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിന്മാറി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കുടിശ്ശിക ഡിസംബർ 27-നകം നൽകുമെന്ന ഉറപ്പിലായിരുന്നു പിന്മാറ്റം. എന്നാൽ തുച്ഛമായ തുക മാത്രമാണ് നൽകിയത്. തങ്ങൾക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് കരാറുകാരുടെ നിലപാട്.